24 ഇംപാക്ട് കോഴിക്കോട് ചെറുവണ്ണൂരിലെ മേൽപ്പാല നിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ജില്ലാ കളക്ടറുടെ ഇടപെടൽ. കുരുക്കൊഴിവാക്കാൻ ചെറിയ വാഹനങ്ങൾ മോഡേൺ വഴി ചെറുവണ്ണൂരിലേക്ക് തിരിച്ചുവിടും. മേൽപ്പാല നിർമ്മാണം നീളുന്നതിൽ നിർമ്മാണ കമ്പനിയിൽ നിന്ന് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. 24 പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ജില്ലാ കളക്ടറുടെ ഇടപെടൽ. അജി കുഞ്ഞിമോനുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി. അജി, ഇപ്പോൾ ഈ പ്രശ്നം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്ത് നടപടി, ഇതിന് എന്ത് പരിഹാരം കാണും? ഈ കോഴിക്കോട് ചെറുവണ്ണൂരിലെ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ തലത്തിലുള്ള ഗതാഗത കുരുക്ക് ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ദീപ എന്ന പരാതിക്കാരുടെ നേതൃത്വത്തിൽ 5000-ഓളം പേരുടെ ഒത്ത് സഹിതം അവർ നിയമപരമായി മുന്നേറുകയും കളക്ടർക്കടക്കം നിവേദനം നൽകുകയും ചെയ്തു. ഇത് ബ്ലോക്ക് ഒഴിവാൻ അടിയന്തരമായ ഇടപെടലാണ് ഇതിനെ തുടർന്ന് ജില്ലാ കളക്ടർ നടത്തിയിരിക്കുന്നത്. ബ്ലോക്ക് ഒഴിവാക്കാൻ പുതിയ ഗതാഗത പരിഷ്കരണം കൊണ്ടുവന്നു. മാത്രമല്ല, ചെറിയ വാഹനങ്ങൾ മോഡേൺ വഴി ചെറുവണ്ണൂരിലേക്ക് തിരിച്ചുവിടും. മേൽപ്പാല നിർമ്മാണം നീളുന്നതുമായി ബന്ധപ്പെട്ട വിശദീകരണം നിർമ്മാണ കമ്പനിയുടെ കളക്ടർ തേടിയിട്ടുണ്ട്. അത് മാത്രമല്ല, മഴ ഇല്ലാത്ത സമയത്ത് 24 മണിക്കൂറും പണി നടത്തി സുഹൃതറിയിൽ തന്നെ ഈ പാലം നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിർമ്മാണത്തിന് ആവശ്യമില്ലാത്ത ഉപകരണങ്ങൾ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് വെച്ചതോടുകൂടെ വലിയ തരത്തിലുള്ള ഗതാഗത തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിയന്തരമായി നിർമ്മാണത്തിന് ആവശ്യമില്ലാത്ത ഉപകരണങ്ങൾ റോഡിൽ നിന്ന് മാറ്റണമെന്നും ബ്ലോക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസുകാരെ സ്ഥലത്ത് വിന്യസിക്കണമെന്നും കളക്ടറുടെ ഉത്തരവിലുണ്ടായിരുന്നു. കളക്ടറെ ഉറപ്പ് ലഭിച്ചത് പരാതിക്കാരിയായ ദീപയ്ക്കും നാട്ടുകാർക്കുമാണ്. ചെറുവണ്ണൂരിലെ ഗതാഗത കുരുക്ക് ഇന്നലെയാണ് 24 സംപ്രേഷണം ചെയ്തത്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.